ஆனால் பொதுவாக நடிகைகள் வந்து அவங்க அம்மாவையோ அக்காவையோ யாரையோ ஒருத்தரை கூப்பிட்டு வருவாங்க, அவங்கள தாண்டி தான் உள்ளே போகணும். அந்த மாதிரி தான் எல்லாம் அட்ஜஸ்ட்மெண்ட். தேவடியானா இவரெல்லாம் தேவடியா? ஐயோ டயலாகு போட்டு பாருங்க, போட்டு பாருங்க. எங்களை நாங்கள் ரெகுலராக பார்ப்போங்க. சீச்சி சீச்சியெல்லாம் கிடையாது, அதுக்கு தான் போனோம். என்ன அசிங்கமாக பேசுகிறீங்க? டாபிக் அந்த மாதிரி எடுத்துங்க, அசிங்கமாக தான் பேசியோம். அம்பிகான்னு ஒரு ஹீரோயின் வந்திருந்தாங்க, நிறைய படங்கள் பண்ணாங்க. ஆனால் எவ்வளோ சீக்கிரம் வந்தாங்களே அவ்வளோ சீக்கிரம் வந்து காணாமல் போயிட்டாங்க. ஒரு படம், அந்த காதல் பரிசுன்னு ஒரு படம் நினைக்கிறேன். அந்த படத்தில் அவங்க முகம் அப்படியே ஒரு கெல்ட்டு தன்மை வந்துருச்சு. அம்பிகானாவே ஒரு கிழவிங்கிற மாதிரி. சார், ஒரு 2-3 மாசத்துக்கு முன்னாடி நடிகர் மன்சூர் அலிகான் வந்து த்ரிஷாவை பத்தி ரொம்பவும் அவதூறா பேசினாரு. அது வந்து பெண்கள் அவர் பேசுனதுல வந்து சினிமா தன்மா தான் சொல்றேன். த்ரிஷாவெல்லாம் அவுடேட்டட் ஸ்டார் நினைச்சிட்டு இப்போ பார்த்தாக்கா அவங்களுக்கு இவ்வளோ மார்க்கெட் இருக்கிறது எனக்கு தெரியுது. அந்த வகையில் த்ரிஷாவுக்கு ஒரு மார்க்கெட்டு திருப்பி கொடுத்த புண்ணியத்தை வேற கூட ஒரு ராஜ்யம் செஞ்சாரான்னு சொல்லலாம். ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ ജുളിജൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ബോബനും മോളിയുടെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്. പണ്ട് മനോരമ ആഴ്ചപ്പതിപ്പിൻ്റെ ഏറ്റവും അവസാനമാണ് ഈ ബോബനും മോളിയുടെയും കഥയുണ്ടാവുക. പിന്നീട് ടോംസ് കോമിക്സ് എന്ന പേരിൽ അത് മാസികയായിട്ടാണോ അല്ലെങ്കിൽ ദ്വൈമാസികയായിട്ടാണോ ഇറങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ബോബനും മോളിയുടെ കഥകൾ കൂട്ടിച്ചേർത്തിട്ട് ഒരു പുസ്തകം ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ അത് യൂട്യൂബിൽ ലഭ്യമാണ്. ഞാനെന്തിനാണ് ഈ ബോബനും മോളിയുടെയും കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ബോബനും മോളിയും വരുന്ന ഫ്രെയിമിലൊക്കെ ഒരാൾ കോമൺ ആയിട്ടുണ്ടാവും. അത് അവരുടെ പട്ടിയാണ്. ഈ പട്ടിയെ പോലെ മലയാള സിനിമയിൽ, അത് ഏത് സിനിമ ആയിക്കോട്ടെ, ലൊക്കേഷൻ ആയിക്കോട്ടെ, സംവിധായകൻ്റെ കഥയായിക്കോട്ടെ, നായികയുടെ കഥയായിക്കോട്ടെ, നായകൻ്റെ കഥയായിക്കോട്ടെ, പ്രൊഡക്ഷൻ ക്രൂ ഉൾപ്പെട്ട കഥയായിക്കോട്ടെ, എല്ലായിടത്തും ഈ ബോബനും മോളിയിലെ പട്ടിയെ പോലെ പ്രത്യക്ഷപ്പെടുന്നൊരു കഥാപാത്രമുണ്ട്. ശാന്തിവിള ദിനേശൻ. ശാന്തിവിള ദിനേശനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സത്യത്തിൽ എനിക്ക് താല്പര്യമില്ല. ഈ വീഡിയോ കണ്ടവർ ചിലർക്ക് അഭിപ്രായപ്പെട്ടത് അയാളുടെ വീഡിയോ ഒന്നും ഒരിക്കലും റിയാക്ട് ചെയ്യരുതെന്നാണ്. അത് ഒഴിവാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ഈ ഫാൻസ് എന്ന് പറയുന്ന ഈച്ചകളാണ്. ഈച്ചകളെന്ന് ഞാൻ പറയുന്നത് ഈ വിസർജ്യത്തിൽ പോയിരിക്കുന്ന ഈച്ചകളാണ്. ആ വിസർജ്യത്തിൽ പോയിരുന്നിട്ട് ആ വിസർജ്യം കാലിലും ചിറയിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതുമായിട്ട് പറന്ന് വേറെ സ്ഥലത്ത് പോയിരുന്ന് അവിടെയും അത് പരത്തും. പിന്നെ ഈ പറയുന്ന പോലെ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, ആധികാരികമായിട്ടൊന്നും പുള്ളി പറയാറില്ല. പുള്ളി അങ്ങോട്ട് ഒരു കഥ പറയുകയാണ്, പ്രത്യേകിച്ച് അതിന് അടിസ്ഥാന തെളിവുകളൊന്നും പുള്ളി പറയാറില്ല. അതുകൊണ്ട് തന്നെ അയാളെക്കുറിച്ചല്ല ഈ വീഡിയോ. അയാളെപ്പോലെ തന്നെ മറ്റൊരാളുണ്ട്, തമിഴ് സിനിമയിലെ നടിമാരെ കുറിച്ചാണ് പ്രധാനമായിട്ടും പുള്ളിയുടെ കഥകളൊക്കെ വരുന്നത്. അയാളുടെ പേര് ഡോക്ടർ കാന്തരാജ് എന്നാണ്. പുള്ളിക്കാരൻ്റെ സ്ഥിരം വേട്ടമൃഗങ്ങളാണ് നയൻതാര, തൃഷ പോലെയുള്ള ആളുകളൊക്കെ. അതല്ലാതെ ഷക്കീലയെക്കുറിച്ച്, സിൽക്ക് സ്മിതയെക്കുറിച്ച്, രാധികയെക്കുറിച്ച്, KR വിജയെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് നടിമാരെക്കുറിച്ച് ഇയാൾ ഇങ്ങനെ വന്നിരുന്ന് ഈ ശാന്തിവിള ദിനേശനെ പോലെ ഇങ്ങനെ അപരാധം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അറിയുന്ന വാർത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാൾക്കെതിരെ നടി രോഹിണി കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഡീഫേമേഷനാണ് പരാതി നൽകിയിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. നമ്മൾക്ക് ആ വാർത്തയിലേക്ക് പോകാം. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓൺലൈൻ പതിപ്പിലാണ് ഈ വാർത്ത ഞാൻ വായിച്ചത്. അപ്പോൾ വാർത്ത ഇങ്ങനെയാണ്: സിനിമാ മേഖലയിലെ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് തമിഴ് താര സംഘടന നടികർ സംഘം ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി അധ്യക്ഷയായ നടി രോഹിണി ഡോക്ടർ കാന്തരാജിനെതിരെ പോലീസിൽ പരാതി നൽകി. ഇയാൾ ഈ ഡോക്ടർ എന്ന് വിളിക്കാൻ കാരണം അയാൾ ഒരു സെക്സോളജിസ്റ്റാണ് എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. പിന്നെ ഈ ശാന്തിവിള ദിനേശനുമായിട്ട് പൂർണ്ണമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം പുള്ളി പൊളിറ്റിക്സ് സംസാരിക്കും. പുള്ളി അറിയപ്പെടുന്ന ഒരു ദ്രാവിഡ സൈദ്ധാന്തികൻ എന്ന നിലയിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പുള്ളി സംസാരിക്കാറുണ്ട്. എന്നിരുന്നാലും ഈ സിനിമാ മേഖലയെ കഥ പറയുന്ന കാര്യത്തിൽ രണ്ടുപേരും ക്ലാസ്മേറ്റ്സിനെ പോലെയാണ്, ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരെ പോലെയാണ്. സിനിമയിൽ വേഷങ്ങൾ ലഭിക്കാൻ വനിതാ അഭിനേതാക്കൾ ഫിലിം ക്രൂവുമായി അഡ്ജസ്റ്റ് ചെയ്തു എന്ന കാന്തരാജിന്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 13 വെള്ളിയാഴ്ചയാണ് രോഹിണി പരാതി നൽകിയത്. അത് ഇന്ത്യൻ 24/7 എന്ന ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിലാണ് പുള്ളി കാര്യം പറയുന്നത്. അതനുസരിച്ചിട്ട് പുള്ളി പറയുന്നത്, ഈ ക്യാമറാമാൻമാരുണ്ടല്ലോ, അവരുമായിട്ട് നടിമാർ അഡ്ജസ്റ്റ് ചെയ്യും, എന്നാൽ മാത്രമേ നല്ല ഫ്രെയിമുകൾ അവർ എടുക്കുള്ളൂ ഈ നടിമാരുടെ, അല്ലെങ്കിൽ മോശം ഫ്രെയിം എടുത്തു വെക്കും. അപ്പോൾ സിനിമയിൽ വരുമ്പോൾ ഇവരെ കാണാനായിട്ട് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പിന്നെ മേക്കപ്പ് മാൻമാർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഭംഗി പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള മേക്കപ്പ് ഇടില്ല. മറ്റൊന്നയാൾ പറയുന്നത് എഡിറ്റർമാരെ കുറിച്ചാണ്.
അവരോടും ഇവർ അഡ്ജസ്റ്റ് ചെയ്തോളാം. അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ രംഗങ്ങളൊക്കെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് പ്രാധാന്യം നൽകാൻ സാധ്യതയുള്ള രംഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും. ഇതൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഉദാഹരണം അതൊന്നും പുള്ളി പറയില്ല. പറയുന്നതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ജയലളിതയുടെ ഈ സിനിമയിലെ ഡാൻസ് കണ്ടില്ലേ, എന്താണ് കാണിക്കുന്നത്? KR വിജയുടെ ആ സിനിമയിലെ ഡാൻസ് കണ്ടില്ലേ, എന്താണ് കാണിക്കുന്നത്? ദേവന്റെ ദാസി എന്ന അർത്ഥത്തിലാണ് തേവടി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മോശമായിട്ടല്ല പണ്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ആ എടുത്തുപയോഗിക്കുന്ന വാക്ക് കേട്ടിട്ട് അവതാരം വരെ ഞെട്ടുന്നുണ്ട്. അവതാരൻ്റെ കാര്യം പറയാതിരിക്കേണ്ട ഭേദം. ഇയാൾ ഈ കിളിക്കഥ പറയുമ്പോൾ അവനൊരുമാതിരി കൊച്ചു പിള്ളാരെ പോലെ ഇതൊന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയും അത് എൻജോയ് ചെയ്യുകയുമാണെന്ന് നമ്മൾക്ക് മനസ്സിലാകും. അയ്യോ അങ്ങനെയാണ് സിനിമയിൽ, അയ്യോ ഞാൻ വിചാരിച്ച അതൊക്കെ ക്യാമറ ട്രിക്കാണെന്ന രീതിയിലാണ് ഇവൻ്റെ ഒരു ഡയലോഗ്. പക്ഷേ ഇവർ അവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഇയാളിരുന്ന് എൻജോയ് ചെയ്യുകയാണെന്നുള്ളത് അതൊരു തരം മാനസിക വൈകൃതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലൊന്നും പുള്ളി എൻജോയ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ. ഡോക്ടറായ കാന്തരാജ് പ്രമുഖ ദ്രാവിഡ സൈദ്ധാന്തികനാണ്. ഇയാൾ അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയവും സാമൂഹികവുമായ വിവിധ വിഷയങ്ങളിൽ ഇദ്ദേഹം ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോകളും ഏറെ പ്രശസ്തമാണ്. അതേസമയം തന്നെ ഇദ്ദേഹത്തിന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ മുൻപും വിവാദമായിട്ടുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് പുള്ളിയുടെ ഹൈലൈറ്റ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാൾക്കെതിരെ കേസ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ വിഷയം സംസാരിച്ചത് തൃഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ പല ഇന്റർവ്യൂസിലും പറയേണ്ട അതിലൊന്ന് ലിയോ എന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായിരുന്നല്ലോ. ആ സിനിമയോട് ബന്ധപ്പെട്ട് മൻസൂർ അലി ഖാൻ ഒരു പരാമർശം നടത്തിയിരുന്നു. തൃഷയോടൊത്ത് ഒരു കിടപ്പറ രംഗം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നെന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ ഒരു പരാമർശമാണ് നടത്തിയത്. അതേക്കുറിച്ച് ഇന്റർവ്യൂ ചോദിക്കുന്ന ഭാഗം ഞാൻ ഹൈലൈറ്റ്സിൽ ഇട്ടിരുന്നു. അത് ഇയാൾ അതിനെക്കുറിച്ച് മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ മറുപടി അതൊക്കെ അയാളൊരു തമാശയല്ലേ എന്ന രീതിയിലാണ്. സ്ത്രീവിരുദ്ധ പരാമർശത്തെ ഇയാൾ കാണുന്നത് തമാശയായിട്ടാണ്. രണ്ടാമത് അയാൾ പറഞ്ഞത് ഈ തൃഷയൊക്കെ ഇത്ര പോപ്പുലർ ആണെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞതെന്ന്. തൃഷയുടെ കാലം കഴിഞ്ഞു എന്നാണ് ഇയാൾ കരുതിയിരുന്നത്. പക്ഷെ അവർക്ക് ഇത്രയും പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അത്ര അയാൾ അറിഞ്ഞത്. അതയാൾ പുച്ഛിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ മൻസൂർ അലി ഖാൻ ഇത് പറഞ്ഞതുകൊണ്ട് ജനങ്ങൾ തൃഷ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയല്ലല്ലോ. തൃഷ എന്ന് പറയുന്നത് അവരുടെ ഒരു സ്റ്റാർഡം ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമായിരുന്നു. എന്നെ അറിയുന്താൻ എന്ന സിനിമയിലൊക്കെ തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ ഗംഭീര തിരിച്ചുവരവായിരുന്നു അവർ നടത്തിയിരുന്നത്. ലിയോയിലും നല്ല രീതിയിലുള്ള ഒരു പ്രസൻസ് ഉണ്ടായിരുന്ന നടിയാണ്. അവരെ കുറിച്ചാണ് ഇവർ പറയുന്നത്. മൻസൂർ അലി ഖാൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് കൊണ്ട് ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായെന്ന്. അതൊന്ന്. രണ്ടാമത്തേത് നമ്മുടെ പഴയൊരു നായിക നടി ഉണ്ടായിരുന്നല്ലോ, അംബിക, സാഗർ എലിയാസ് ജാക്കി. അതിൻ്റെ ഫസ്റ്റ് വേർഷൻ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് സിനിമകളിലൊക്കെ അന്ന് ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇവർക്ക് പ്രതിഫലം 15 ദിവസത്തെ ഷൂട്ടിങ്ങാണ്. അവർക്ക് പ്രതിഫലം 1.5 ലക്ഷം രൂപയായിരുന്നു ആ സമയത്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ സൂപ്പർ സ്റ്റാറുകൾ വാങ്ങുന്ന പ്രതിഫലം 50,000 രൂപ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അത്രയ്ക്ക് സ്റ്റാർഡം ഉണ്ടായിരുന്ന നടിയാണ്. ആ നടി ഒരു സിനിമയിൽ അഭിനയിച്ചതിനെ കുറിച്ച് ഇയാൾ പറയുന്നതേ, കാതൽ പരിസ് എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇവരുടെ മുഖം കിളവിയെ പോലെ ആയിരുന്നു. അങ്ങനെ തന്നെ ഒരു വാക്കാണ് അയാൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ആ ലുക്ക് വന്നതിന് ശേഷമാണ് അവർ ഒതുങ്ങിപ്പോയത്, അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. അതുകൂടാതെ ഈ പറയുന്ന ഇന്റർവ്യൂവിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഇന്ത്യൻ 24/7 എന്ന് പറഞ്ഞ ഇന്റർവ്യൂവിൽ ഇയാൾ ഷക്കീലെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ജയലളിതയുടെ ഡാൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, MGRന്റെ കൂടെ അഭിനയിക്കുന്ന ചില രംഗങ്ങൾ കാണിച്ചിട്ട് അഴകിയ തമിഴ് മകൻ ഇവൻ എന്ന് തുടങ്ങുന്ന പാട്ടിൻ്റെ ആ പാട്ടിലെ രംഗങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അതിൽ അഭിനയിക്കുന്ന നടിമാരെയൊക്കെ ഇയാൾ അങ്ങേറ്റം അപമാനിക്കുകയാണ്. കൂടെ ഇരിക്കുന്നവർ അതിനനുസരിച്ച് തള്ളിക്കൊടുക്കുകയാണ്. ഈ സിനിമയിൽ ഇതൊക്കെ കാണിച്ചിട്ടാണ് ഇവർ പുറത്തു വന്ന് സംസാരിക്കുന്നതെന്ന രീതിയിലാണ് ഇവരുടെ ചോദ്യം. സിനിമയിൽ അഭിനയിക്കുന്നതാണോ ഒരാളുടെ പേഴ്സണൽ ജീവിതം? സിനിമയിൽ അഭിനയിക്കുന്ന കഥാപാത്രം പോലെയാണ് അവർ. സിനിമയിൽ നായകൻ നായികയെ ആലിംഗനം ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു സ്ഥിരമായിട്ട് ആലിംഗനം ചെയ്യുമെന്നാണ് അർത്ഥം. ആ രീതിയിലാണ് ഇന്റർവ്യൂ എടുക്കുന്നവൻ പറയുന്നത്. ഓഹോ, അപ്പൊ സിനിമയിൽ ഇങ്ങനെയൊക്കെ അഭിനയിച്ചിട്ടാണ് അവർ പുറത്തു വന്നിട്ട് ഇത്തരം പരാതികൾ പറയുന്നത്. രാധികയെക്കുറിച്ച്, രാധിക ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയിരുന്നു. ഈ കാരമലിന് വെച്ചിട്ട് നടിമാരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കാണുന്ന പതിവ് ചില നടന്മാരുടെ ഇടയിൽ ഉണ്ട് എന്ന് പറഞ്ഞൊരു പരാമർശത്തെക്കുറിച്ച് പറഞ്ഞത് ഇയാൾ പറഞ്ഞത് രാധികയും ഇതേപോലെ ഫീൽഡ് ഔട്ടായ ആളാണ്. ഇവർക്ക് സിനിമ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്രശസ്തി ഉണ്ടാകണം. ആ പ്രശസ്തിക്ക് വേണ്ടി നടത്തുന്ന പരാമർശങ്ങളാണ് ഇതെന്ന അങ്ങേറ്റം മോശമായിട്ടുള്ള സ്ത്രീവിരുദ്ധമായ ഡയലോഗുകളാണ് ഇയാൾ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കീർത്തി സുരേഷ് അത്യാവശ്യം തമിഴ് സിനിമയിൽ നല്ലപോലെ റൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു ബോളിവുഡിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കീർത്തി സുരേഷ് അവർ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അവർ കുറേ അധികം ഈ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ച് അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടുത്തി എന്നൊരു പരാമർശം നടത്തിയാലാണ് ഏറ്റവും മോശമായ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു നടിക്ക് പരമാവധി ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്ന സാഹചര്യം 10 വർഷമാണ്. ആ 10 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സൗന്ദര്യമൊക്കെ പോയിട്ട് അമ്മ ലുക്കായി മാറും.
ആ രീതിയിലാണ് ഇയാളുടെ പരാമർശം. അങ്ങനെ തുടർച്ചയായിട്ട് പല നടിമാർക്കെതിരെയും ഇയാൾ ഇങ്ങനെ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഈയിടെ പല ഇന്റർവ്യൂകളുമായി ആ പരാമർശം കൂടിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിന്റെ അസോസിയേഷൻ അവരുടെ IC ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ അധ്യക്ഷയായ രോഹിണി ഇയാൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇയാൾ മറ്റൊരു ഇന്റർവ്യൂ പറഞ്ഞത് ഈ കേസിനെതിരെ ഇയാൾ ഫൈറ്റ് ചെയ്യാനൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ ഇത് ആവശ്യമാണ്. ഇതുപോലെ ഒരടിസ്ഥാനവുമില്ലാതെ വന്നിരുന്നിട്ട് പ്രത്യേകിച്ച് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കമന്റുകൾ പറയുന്ന ഈ ശാന്തിവിള ദിനേശിനെ പോലുള്ളവരെയും കാന്തരാജനെ പോലുള്ളവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് സത്യത്തിൽ ആവശ്യമാണ്. എന്തായാലും നടികർ സംഘത്തിന്റെ IC ഇയാൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഒരു ശുഭസൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഒരു കോളിളക്കമൊക്കെ കഴിഞ്ഞ് മലയാള സിനിമ നേരെ ഒരു ഡിറക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഈ വന്നിരുന്ന കഥ പറയുന്ന നമ്മളെ ശാന്തിവിളയ്ക്കെതിരെയും ഇതേപോലെ ചില നീക്കങ്ങൾ ഉണ്ടാവണം. ഇയാൾ പറയുന്ന കഥകളൊക്കെ വേദവാക്യമാണെന്നാണ് പലരും വിചാരിക്കുന്നത്. നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്ന് നീ ആരാണ് ഇത് ചോദിക്കാൻ, നിനക്കെന്ത് വിവരമുണ്ട്, അയാൾ സിനിമയിൽ ഇത്രയും കാലം അയാൾ പറയുന്നതല്ല സത്യമാണെന്ന് പറയുന്ന കുറേ അന്തം ഫാൻസ് ഇയാളുടെ പിന്നിലുണ്ട്. എനിക്കറിയാം, ഞാൻ കണ്ടു, ഞാനവിടെ ഇരിക്കുകയായിരുന്നു, ഞാനവിടെ പോയിരിക്കുകയായിരുന്നു. ഇതാണ് പുള്ളിയുടെ ഒരു നറേഷൻ. ഈ രീതിയിലാണ് ഈ രണ്ട് സാധനങ്ങളും സിനിമാ രംഗത്തുള്ളവരെ അധിക്ഷേപിച്ചുള്ള കഥകളൊക്കെ പറയുന്നത്. രണ്ടുപേർക്കെതിരെയും സത്യത്തിൽ ഈ സിനിമാ രംഗത്തുള്ളവർ കേസിന് പോകണം. ഇവന്മാരുടെ ഈ അപരാധം പറച്ചിൽ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ഇത്തരത്തിൽ കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.